മേപ്പാടി മഴയും മൂടൽമഞ്ഞും ശക്തമായ ഒഴുക്കുമുള്ള പുഴയും തകർന്നടിഞ്ഞ പാലവും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി ഉയർത്തിയപ്പോൾ വടവും താൽക്കാലിക പാലവും നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കി സൈന്യവും NDRF-ഉം. ഒപ്പം എന്തിനും തയ്യാറായി നാട്ടുകാരും ചേർന്നു. രാവിലെ മുതൽ ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കാൻ ശ്രമം നടത്തിയെങ്കിലും കാലാവസ്ഥ പ്രതികൂലമായതോടെ നടക്കാതെ വരികയായിരുന്നു. റോഡ് മുഖാന്തരമോ മറ്റു വഴിയിലൂടെയോ ദുരന്ത സ്ഥലത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ രക്ഷാദൌത്യവുമായി കണക്കാക്കുന്നത് എയർലിഫ്റ്റിംഗ് ആണ്. എന്നാൽ വയനാട് ദുരന്തത്തിൽ മഴയും മൂടൽമഞ്ഞും ഉൾപ്പെടെ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാദൌത്യത്തിന് കാലാവസ്ഥ രാവിലെ മുതൽ തന്നെ തടസ്സം സൃഷ്ടിച്ചിരുന്നു. ഒടുവിൽ കാലാവസ്ഥ അല്പം അനുകൂലമായത് വൈകിട്ട് 5:30-യോടെയാണ്. എയർഫോഴ്സ് ഹെലികോപ്റ്റർ രക്ഷാദൌത്യത്തിനായി അതിസാഹസികമായി ചൂരൽമലയിൽ വന്നിറങ്ങിയത്. ഹെലികോപ്റ്ററിൽ ഇറങ്ങാൻ തടസ്സം സൃഷ്ടിക്കുന്ന പാറകളും ഹൈടെൻഷൻ കേബിളുകളും മറ്റുമുള്ള മലമ്പ്രദേശത്താണ് അതിസാഹസികമായി ഹെലികോപ്റ്റർ പറന്നിറങ്ങിയത്. ചൂരൽമലയിൽ നിന്നും പരിക്കേറ്റവരെയാണ് ഹെലികോപ്റ്ററിലൂടെ പുറത്തെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ അസ്തമയത്തിന് ശേഷമുള്ള ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനത്തിന് നിയന്ത്രണങ്ങൾ ഉള്ളതായി റിട്ടയർഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പൈലറ്റ് ദേവരാജ് ഇയാനി പറയുന്നു. ഹൈറേഞ്ച് മേഖലയിൽ ഹെലികോപ്റ്റർ വഴിയുള്ള രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ പൈലറ്റിനുണ്ടാകുന്ന കാഴ്ചക്കുറവ് ഉൾപ്പെടെ നിരവധി പ്രതികൂല സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് അത്തരം നിയന്ത്രണങ്ങൾ. വില്ലേജ് ഓഫീസിൽ നിന്നും കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ടാണ് പ്രദേശത്ത് നിന്ന് മാറി താമസിച്ചെന്ന് ഉരുൾപൊട്ടലിൽ നിന്നും രക്ഷപ്പെട്ട വെള്ളാർമല നിവാസി അണ്ണയ്യൻ വെള്ളാർമല വില്ലേജ് ഓഫീസിന് സമീപത്താണ് താമസിച്ചിരുന്നത്. ഇന്നലെ രാവിലെയോടെ തന്നെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. ഇതോടെയാണ് അണ്ണയ്യൻ ബന്ധു വീട്ടിലേക്ക് താമസം മാറിയത്. രാത്രി 1:30 മണിയോടെ എന്തോ ഇടിഞ്ഞു വീഴുന്ന വലിയ ശബ്ദം കേട്ടു. എത്തിയപ്പോഴേക്കും പ്രദേശമാകെ ഒലിച്ചുപോയി. വീട് നിന്നെടുത്ത് ചെളിയും പാറയും വന്ന് മൂടുകയായിരുന്നു. ജീവൻ മാത്രമാണ് ഇനി ആയുസിന്റെ സമ്പാദ്യമായി ബാക്കിയുള്ളതെന്ന് അണ്ണയ്യൻ പറയുന്നു. 2018-19 കാലത്ത് ഇത്രയും ഭീകരത ഇല്ലായിരുന്നുവെന്നും അണ്ണയ്യൻ ഓർമ്മിക്കുന്നു. ഓരോ നിമിഷവും മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അണ്ണയ്യൻ പറയുന്നു. ഉരുൾപൊട്ടലിന്റെ പ്രഭാവ കേന്ദ്രമെന്ന് സംശയിക്കുന്ന മുണ്ടക്കൈ പുഞ്ചിരിവട്ടത്ത് ഒന്നും അവശേഷിക്കാനില്ലെന്നാണ് പ്രദേശവാസിയായ ശ്രീനിവാസൻ പറയുന്നത്. പുഞ്ചിരിവട്ടത്തെ ലയത്തിൽ പാടികൾ ഉണ്ടായിരുന്നു. ലയത്തിൽ ജോലി ചെയ്തിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് അതിലുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടെ ഒന്നും അവശേഷിക്കുന്നില്ലെന്നും ശ്രീനിവാസൻ പറയുന്നു. അതേസമയം വെള്ളാർമല സ്കൂളിലെ 19 വിദ്യാർത്ഥികളെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്നും വെള്ളാർമല VHSS-ലെ പ്രിൻസിപ്പൽ ഭവ്യ അറിയിച്ചു. 552 കുട്ടികളാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത്. അതിൽ 533 കുട്ടികളെയും ബന്ധപ്പെട്ടു. ഇവർ സുരക്ഷിതരാണ്. ബാക്കി വിദ്യാർത്ഥികളെ കുറിച്ച് ആശങ്കയുണ്ടെന്നും പ്രിൻസിപ്പൽ പറയുന്നു. ചിന്നിച്ചിതറി കിടക്കുന്ന മൃതദേഹങ്ങൾ ഇല്ലാതായി ചൂരൽമല അങ്ങാടി. 2018-ന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം. 2018-ലെ പ്രളയത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമല ഉരുൾപൊട്ടൽ. ചിന്നിച്ചിതറി കിടക്കുന്ന മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് പോലും അറിയുന്നില്ല. ചൂരൽമല അങ്ങാടി അങ്ങനെ ഇല്ലാതായി. എത്ര വീടുകൾ നശിച്ചുവെന്ന് കൃത്യമായ കണക്കില്ല. മുണ്ടക്കയിലേക്കും രക്ഷാപ്രവർത്തകരിൽ ചുരുക്കം ചിലർക്ക് എത്താൻ സാധിച്ചിട്ടുള്ളൂ. മുണ്ടക്കയിൽ പല വീടുകളുടെയും തറ മാത്രമാണ് ബാക്കിയുണ്ടായത്. മൃതദേഹങ്ങൾ പല ഭാഗത്തായി കിടക്കുന്നു. നിരവധി മൃതദേഹങ്ങൾ മുണ്ടക്കയിൽ കൂട്ടിയിട്ടിരിക്കുകയെന്നാണ് വിവരം. ഇവ മേപ്പാടിയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ഇക്കരെ എത്തിക്കാൻ യാതൊരു മാർഗവുമില്ല. മുണ്ടക്കയിൽ ഉണ്ടായിരുന്ന ചില വാഹനങ്ങളിൽ മൃതദേഹങ്ങൾ എത്തിച്ച് സ്ട്രക്ചറിൽ കയർ കെട്ടി തൂക്കിയാണ് ഇക്കര കടത്തിയത്. അതിനിടെ പുഴയിൽ അപ്രത്യക്ഷിതമായ വെള്ളം ഉയരുന്നതോടെ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. വീടുകൾ തകർന്നതോടെ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വലയുകയാണ്. വൈദ്യുതി ഇല്ലാതെ 12 മണിക്കൂർ കഴിഞ്ഞതോടെ പലരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആയതും രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. വയനാട് ദുരന്തം. മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും പ്രധാനമന്ത്രിയുടെ ധനസഹായം. കൽപ്പറ്റ, വയനാട്, മുണ്ടക്കയിൽ, ചൂരൽമല പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ സഹായ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ ധനസഹായം അനുവദിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്.